പ്രിയപ്പെട്ടവരെ, നമ്മളിതുവരെ മദീനത്ത് ബുഊസുൽ ഇസ്ലാമിയയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണ് ഒരു ഓർഡർ വന്നത്. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് അത് നമ്മൾക്ക് പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്ത ഒരു ഹോട്ടലുണ്ട്, അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറും 2 ദിവസം മാത്രമേ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ന്യൂ കൈറോയുടെ ഏതാണ്ട് ഭാഗത്ത് നെസർ സിറ്റിയിലാണ് പിന്നെ നമ്മളുടെ ഹോട്ടല് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും അവിടേക്കുള്ള പോകുന്ന ആരവത്തിലാണ്. ഏതായിരുന്നാലും ഇതുവരെ നമ്മൾ നിന്നത് ഒരു റൂമിൽ 3 പേരും, അതുപോലെ തന്നെ ഒരു പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് അത്തരത്തിലല്ല, ഒന്നുകൂടി വിശാലമായിട്ട് തന്നെ നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്ന് കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ എത്തിയത് മജ്മഉ ബുഹൂസുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ളൊരു സമുച്ചയത്തിലേക്കാണ്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൽമാൻ രാജാവ് നൽകിയ ഒരു ഗിഫ്റ്റാണ് ബുഊസ്. അതുമാത്രമല്ല 2016 അവർ തന്നെയാണ് അതിന് തറക്കല്ലിട്ടതും. സൗദി അറേബ്യ നൽകിയ ഈ ഒരു കെട്ടിടത്തിൽ അതിവിശാലമായിട്ടുള്ള ഓഡിറ്റോറിയം, അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയ പല രൂപത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. സൗകര്യങ്ങളും അവർ തന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഏതാണ്ട് 2 പേർ മാത്രം താമസിക്കുന്ന റൂമാണ്. അതിൽ നമ്മൾക്ക് ഒരു ഹോട്ടലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. TV, അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ, അതേപോലെ തന്നെ നമുക്ക് വിസിറ്റേഴ്സിന് വന്ന് ഇരിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാൻ വേണ്ടി പ്രത്യേക ടേബിൾ, അതേപോലെ തന്നെ എല്ലാം ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെ ആയിരുന്നു. അതുമാത്രമല്ല അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈറോയുടെ സിറ്റി നല്ല രൂപത്തിൽ കാണാനും നല്ല വ്യൂ പോയിൻ്റോടെയുള്ള സ്ഥലമായിരുന്നു. ഏതാണ്ട് 8ാം നിലയിലാണ് നമ്മുടെ റൂം കിട്ടിയത്. ഏതായിരുന്നാലും ഇതാണ് ശരിക്കും നമ്മളുടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾക്കുള്ള ക്ലാസ് റൂമും അതേപോലെ തന്നെ താമസിക്കാനുള്ള സംഭവങ്ങളൊക്കെ. ആദ്യ ദിവസം ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്നുണ്ട്, എന്താണ് നടക്കുന്നതെന്നൊക്കെ എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി നിസ്കരിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ഐഷ് എപ്പോഴും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ചിക്കൻ്റെ ഒരു ക്വാർട്ടർ ഉണ്ടാവും. പിന്നെ ഈ കോഴ്സ് എങ്ങനെ ചേരാമെന്നാണ് ചോദിച്ചിരുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം.